നമുക്കെല്ലാവർക്കും കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ നമുക്ക് നടന്നോളന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാറുണ്ട്. ചിലപ്പോഴേ നമ്മൾ ആഗ്രഹത്തിന് പിന്നിൽ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് തന്നെയായിരിക്കും. നമ്മുടെ കൂടെ നമ്മുടെ ശരീരം കൂടെ നിന്നാലല്ലേ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ചെറിയൊരു കഥ, ഈ കഴിഞ്ഞ വർഷം JPSൽ റിപ്പീറ്റ് ചെയ്ത ഒരു മോള്, അതായത് സിൻഷ എന്നായിരുന്നു അവളുടെ പേര്. JPS കുട്ടി ഘോഷിച്ചതായിരുന്നു അവളുടെ റിസൾട്ടിന്. നീറ്റ് കഴിഞ്ഞപ്പോൾ 695 അല്ലെങ്കിൽ 700 മാർക്ക് ഇതായിരുന്നു നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അതും കൂടെ കറക്റ്റ് ആയാലും 700 മാർക്ക്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആദ്യത്തെ ഒരു 20 റാങ്കിനുള്ളിൽ ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടു. അവളുടെ വീട്ടിൽ ഒരു പുലർച്ചെ ഞങ്ങൾ പോയിട്ട് എല്ലാവരും ആഘോഷിച്ചു. അവരുടെ പാരൻസും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ അവളുടെ റിസൾട്ടിനെ നോക്കിക്കണ്ടു. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയി. 1.5 മാസം കഴിഞ്ഞപ്പോഴേ ഈ വൃത്തികെട്ട സിസ്റ്റം കൊണ്ടേ, ഇവിടുത്തെ ഈ നാട്ടിലെ ഈ വൃത്തികെട്ട ഈ റീനീറ്റുകാരനെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളാരും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് എഴുതിയവരല്ല, നമ്മുടെ മക്കളെല്ലാവരും കഷ്ടപ്പെട്ട് എഴുതി തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കും കൂടെ അവസാനം ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച കൊണ്ട്, ഇവിടുത്തെ അധികാരികൾക്ക് ഇത് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട്, ഇവിടുത്തെ ഈ പേപ്പർ ലീക്ക് ആയതുകൊണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോലും പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനും അത് വേണ്ട രീതിയിൽ എത്തിക്കാനും അറിയാത്തത് കൊണ്ട് എല്ലാ കുട്ടികളും എക്സാം എഴുതുന്ന കൂട്ടത്തിൽ നമ്മുടെ കുട്ടിയും എക്സാമിന് പോകേണ്ടി വന്നു. സാധാരണ കേസിലെ ആൺകുട്ടികൾ കുറച്ചും കൂടെ സേഫാണ്. പെൺകുട്ടികളിൽ പലർക്കും ചിലപ്പോൾ ഈ പീരീഡ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികൾ നന്നായിട്ട് വോമിറ്റ് ചെയ്യും, ചില കുട്ടികൾക്ക് നല്ല വയറുവേദനയായിരിക്കും. നമുക്ക് ഫുൾ ടൈം വയറുവേദനയും കൊണ്ട് ഒപ്പം തലവേദനയും കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്കൊന്നും വൃത്തിക്ക് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ അത് ചെയ്യാൻ പോലും പറ്റൂല. ചില ആൾക്കാർ അന്നത്തെ ദിവസം റൂമിൽ തന്നെ അടച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് ടാബ്ലറ്റും എടുത്തിട്ട്. ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു സാധാരണ ഈ സിൻഷ എന്ന് പറയുന്ന കുട്ടിക്ക്. അവളെ സംബന്ധിച്ചിട്ട് സാധാരണ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം എക്സാമിനേഷൻ്റെ അന്ന് രാവിലെ എക്സാമിന് പോകുമ്പോഴാണ് നമുക്ക് പീരീഡ്സ് ആവുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ വിഷമിച്ചും കൊണ്ടാണ് എനിക്ക് ആ കോള് വരുന്നത്. സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് സാധാരണ നല്ല ബുദ്ധിമുട്ടാണ്, വിഷമം തോന്നിപ്പോയിട്ടുണ്ട്. അത്രയും കാലത്തെ കഷ്ടപ്പാടുകൾ അവസാനം ആ ഒരു മൊമെൻറ്റിൽ എക്സാമിനേഷൻ ഹോളിലേക്ക് പോകുമ്പോൾ, ഇത്രയും കാലം 5 നേരം നിസ്കരിച്ച മക്കൾ, പഠിച്ചവനോട് ഏറ്റവും നല്ലത് തരണേന്ന് പ്രാർത്ഥിച്ച മക്കൾ, ഇതുപോലെ കുറേ പേരുണ്ടാവും. ഞാൻ ഒരു കുട്ടീൻ്റെ കഥ പറയുമ്പോൾ ഇതുപോലെ എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. എക്സാമിനേഷൻ ഹോളിൽ കയറി 15-20 മിനിറ്റോളം ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ല. കിടക്കേണ്ടി വന്നു, വയറ് വേദനയായിട്ട് വയറ് പിടിച്ച് കിടക്കേണ്ടി വന്നു. പക്ഷെ ചിലപ്പോഴേ ചില മനുഷ്യത്വമുള്ളവർ ചിലപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ സിൻഷയുടെ എക്സാം കഴിയാറാവുമ്പോൾ എല്ലാവരുടെയും പേപ്പർ വാങ്ങിക്കുമ്പോൾ ആ ഇൻവിജിലേറ്ററായിട്ട് വന്ന അധ്യാപകൻ മറ്റുള്ളവരുടെ നിന്നൊക്കെ പേപ്പർ വാങ്ങിക്കുന്നതിനിടയിൽ അവളോട് പറഞ്ഞു, മോള് എഴുതിക്കോ, ഒരു അവസാനം എനിക്ക് പേപ്പർ തന്നാൽ മതി. അവൾ പറയാം, 5 മിനിറ്റും കൂടെ അവസാനം എനിക്ക് എഴുതാൻ പറ്റി. അത് ആ വന്നേക്കുന്ന സാറ് നല്ലതായതുകൊണ്ടാണ്. ചിലപ്പോഴും ചില ആളുകളുണ്ടാവും നമ്മളെ കണ്ണറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ പഠിച്ചോണ്ട് എന്തെങ്കിലും കൈകളായിരിക്കാം ആ സമയത്ത്. പക്ഷെ എന്നാൽ പോലും ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് കിട്ടാതെ പോയൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദന ഉണ്ടാവും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ ആരും കാണാണ്ട് പോകുന്നത്? ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, എന്തൊക്കെയോ നമുക്ക് വലിയത് പഠിച്ചോൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിൻഷമോള് തളർന്നു പോയില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ആ എക്സാമിൽ 695-700 റേഞ്ച് സ്കോർ ചെയ്ത കുട്ടി 614 മാർക്ക് വാങ്ങിച്ചു. എന്തായാലും ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ, കാലിക്കറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അവൾക്ക് MBBS കിട്ടും. കിട്ടാതെ പോവില്ല. പക്ഷെ എന്നാലും ശരി, നല്ലൊരു റാങ്ക് വാങ്ങിക്കേണ്ട ഒരു കുട്ടിയിൽ നിന്ന് അവൾ ഒരു സാധാരണ റാങ്കിലേക്ക് പോയി. ചിലപ്പോഴൊരു 200-നും 300-നും ഇടയുള്ള റാങ്ക്. പക്ഷെ എന്നാലും ശരി, അവൾ ഹാപ്പിയാണ്. ഇപ്പോഴവൾ പറയുന്നൊരു കാര്യമുണ്ട്, സാറേ എനിക്ക് കിട്ടിയല്ലോ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് കിട്ടുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഇടയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ.